ഇഷ്ടംപോലെ അവസരങ്ങളാണ്. പക്ഷെ സൗണ്ട് എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് കോഴ്സിൻ്റെ പേര് കേരളത്തിൽ വളരെ ഫെമിലിയർ അല്ല. 50% ഓഫ് യുവർ ടോട്ടൽ പേഴ്സണാലിറ്റി ഈസ് ബിലോങ്ങിങ് ടു യുവർ വോയിസ്. ഇവരെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല മക്കളെ എന്നൊക്കെ പറയുമ്പോൾ മമ്മൂട്ടിയുടെ ഭയങ്കര നീ പോ മോനെ ദിനേശ എന്ന് മോൻ. പക്ഷെ 2 ഡയലോഗുകളും ഒരുപോലെ സൂപ്പർ ഹിറ്റാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മളെ നാം ആക്കുന്നതിൽ ശബ്ദത്തിന് വലിയൊരു പങ്കുണ്ട്. റിസർച്ചേഴ്സ് പറയുന്നത് നമ്മുടെ പരിചയമുള്ള ഒരാളുടെ ടെക്സ്റ്റ് മെസ്സേജ് കിട്ടുമ്പോൾ നമ്മളത് വായിച്ചെടുക്കുന്നത് അവരുടെ സ്വരത്തിൽ അല്ലെങ്കിൽ ശബ്ദത്തിലാണെന്നാണ്. വളരെ പ്രസിദ്ധരായ ഓറേറ്റേഴ്സ് ലൈക്ക് മാർക്ക് ആൻ്റണി, ഓഷോ, ഹിറ്റ്ലർ ഇവരെല്ലാവരും തങ്ങളുടെ ശബ്ദത്തിലൂടെയാണ് ആൾക്കാരെ ആകർഷിച്ചിരുന്നത്. ശബ്ദത്തിലൂടെ നമുക്ക് എങ്ങനെ പുതിയ ജോലി സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്യാം എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് സൗണ്ട് പാർക്ക് അക്കാഡമിയുടെ ഡയറക്ടറായ ശ്രീ ബാലകൃഷ്ണൻ പെരിയ. ഈ ഇൻട്രൊഡക്ഷൻ വളരെയധികം ഫോർമലായി പോയെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഹെലോ ജോയ് ആലുക്കാസിൻ്റെ ശബ്ദവും ആത്മാവുമായ നമ്മുടെ സ്വന്തം ബാലേട്ടനാണ് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം ബാലേട്ട. വെൽക്കം ടു ദ ഷോ. നമസ്കാരം. ശബ്ദം ഇത്രയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ആ ഒരു കലയിലുപരി അതൊരു ജോലി സാധ്യതയായിട്ട് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നത് എപ്പോഴാണ് മനസ്സിലായത്? അതിൻ്റെ ആ യാത്ര ഒന്ന് വിശദീകരിക്കാമോ? സത്യത്തിൽ ഞാൻ അത് തിരിച്ചറിയുന്നത് എന്നിലൂടെ തന്നെയാണ്. കാരണം എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇത്രയും കാലത്ത് ഇപ്പം എനിക്ക് 52 വയസ്സായി. അപ്പോൾ 82 അല്ല 52 വയസ്സായി. അപ്പോൾ ഈ കാലം മുഴുവൻ ഞാൻ ജീവിച്ചത് എൻ്റെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനും എൻ്റെ ഡിഗ്രിയും അതിനുശേഷം ഞാൻ എൻ്റെ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പരിപൂർണമായി ജീവിച്ചത് ശബ്ദത്തിലൂടെയാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ശബ്ദം പഠിപ്പിക്കാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലില്ല. അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വോയിസ് ആക്ടിങ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ആരംഭിക്കുന്നത്. അപ്പം ഞാൻ തന്നെ അതിൻ്റെ ഒരു സിലബസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നു, NSTCക്ക് അത് സബ്മിറ്റ് ചെയ്യുന്നു. NSTCയുടെ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ട് വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു 3 മാസത്തെ കോഴ്സ് എന്ന രീതിയിലാണ് നമ്മൾ സൗണ്ട് പാർക്ക് അക്കാഡമിയിൽ വോയിസ് ആക്ടിങ് എന്ന് പറയുന്ന കോഴ്സ് ആരംഭിച്ചത്. സത്യത്തിൽ സൗണ്ട് പാർക്ക് അക്കാഡമിയിൽ 2 കോഴ്സ് മാത്രമേ ഉള്ളൂ. ഒന്ന് സൗണ്ട് എൻജിനീയറിംഗ്, മറ്റൊന്ന് വോയിസ് ആക്ടിങ്. ഒന്ന് ഇൻസൈഡ് ദ ബൂത്ത് ആൻഡ് മറ്റൊന്ന് ഔട്ട്സൈഡ് ദ ബൂത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് നമ്മളത് തുടങ്ങിയത്. 2 കോഴ്സുകളും വളരെ ഗംഭീരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇപ്പോൾ സൗണ്ട് എൻജിനീയറിംഗിൽ 100% കുട്ടികൾക്കും ജോലി കിട്ടുകയാണ്. അതായത് ആരെങ്കിലും ജോലി വേണ്ട എന്ന് പറഞ്ഞ് മറ്റു മേഖലകളിലേക്ക് പോകുന്നത് ഒഴികെ. അപ്പോൾ ഈ സൗണ്ട് എൻജിനീയറിംഗ് അതൊരു ഡിപ്ലോമ കോഴ്സാണ്. അതുപോലെ വോയിസ്, ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് വോയിസ് ആയതുകൊണ്ട് നമുക്ക് വോയിസിനെ കുറിച്ചിട്ട് മാത്രം സംസാരിക്കാം. ഞാൻ 1993 കണ്ണൂർ FM സ്റ്റേഷനിൽ യുവവാണി എന്ന് പറയുന്നൊരു പ്രോഗ്രാം അവതരിപ്പിക്കാനാണ് എനിക്ക് ആദ്യം സെലക്ഷൻ കിട്ടുന്നത്. ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ശ്രീ സന്തോഷ് ഏച്ചിക്കാനം, അതുപോലെ തന്നെ ശ്രീ നാലപ്പാടം പത്മനാഭൻ, ശ്രീ ദിവാകരൻ വിഷ്ണുമംഗലം കവി, ഈ 3 പേരോടൊപ്പമാണ് അന്ന് എനിക്ക് സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ ആ സെലക്ഷൻ കിട്ടിയതിന് ശേഷം അവിടുത്തെ ബാലചന്ദ്രൻ എന്ന് പറയുന്ന പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് എന്നോട് പറയുന്നത് പ്രക്ഷേപണ യോഗ്യമായിട്ടുള്ളൊരു ശബ്ദമാണ്, അതുകൊണ്ട് ജേർണലിസം പഠിക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കേരള മീഡിയ അക്കാഡമിയിൽ, അന്നും കേരള പ്രസ് അക്കാഡമി ആയിരുന്നു, പ്രസ് അക്കാഡമിയിൽ ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ ഒരു കോഴ്സിന് ചേർന്നു. അവിടെ നിന്ന് ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സമയത്തും എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം എനിക്കന്ന് 27 വയസ്സാണ്. അപ്പോൾ അന്ന് കേരളത്തിലെ മാധ്യമങ്ങളിൽ മുഴുവൻ ജോലി കിട്ടാനുള്ള ഒരു ഡെഡ് ലൈൻ ഏജ് എന്ന് പറയുന്നത് 26 ആയിരുന്നു. അപ്പോൾ എന്നോട് അന്നത്തെ പ്രോഗ്രാം ഡയറക്ടറായിട്ടുള്ള ശ്രീ NN സത്യവ്രതൻ സാറ് പറയും, ബാലകൃഷ്ണന് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ജോലി കിട്ടാൻ, പക്ഷെ ഞാൻ നോക്കട്ടെ ഏഷ്യാനെറ്റിലോ മറ്റോ പറയാം എന്നൊക്കെ അന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ബാച്ചിൽ ഏറ്റവും ആദ്യം ജോലി കിട്ടിയത് എനിക്കാണ്. കാരണം അന്ന് ദുബായിൽ പ്രവർത്തിക്കുന്ന UAQ റേഡിയോ 846 AM എന്ന് പറയുന്ന ഒരു AM സ്റ്റേഷൻ, ആ സ്റ്റേഷനിൽ നിന്ന് അവർ കേരളത്തിൽ വന്നിട്ടൊരു ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടത്തിയിരുന്നു. അപ്പോൾ എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത റൂമിൽ താമസിക്കുന്ന ജോബി എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ് എനിക്കൊരു പേപ്പർ കട്ടിങ് കൊണ്ടുവന്നിട്ട് കാണിക്കുന്നത്, വാണ്ടഡ് ഓവർസീസ് റേഡിയോ പ്രൊഫഷണൽസ്. അപ്പോൾ ഞാനതിന് അപ്ലൈ ചെയ്യുന്നു. തിരുവനന്തപുരത്ത് വെച്ച് ഇൻ്റർവ്യൂ നടക്കുന്നു. ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് കിട്ടുന്നു. ഞാൻ ആ ഇൻ്റർവ്യൂവിനെ കുറിച്ച് പിന്നീട് പറയാം, അതായത് എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ വെച്ച് കിട്ടുന്നു. അതിനുശേഷം ഞാൻ ആ റേഡിയോയിൽ
വാർത്താ വായനക്കാരനായിട്ടും പ്രോഗ്രാം പ്രസൻറ്ററായിട്ടും ഏകദേശം ഒരു 3 വർഷത്തെ കാലത്തോളം ജോലി ചെയ്യുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ശ്രീ ജോയ് ആലുക്കാസ് ജീവൻ ടിവിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന കാലഘട്ടത്തിൽ ദുബായിൽ മീഡിയ സിറ്റിയിൽ അതിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ അതിൻ്റെ മിഡിൽ ഈസ്റ്റ് ബ്യൂറോ ചീഫായിട്ട് അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് KOD 1152 AM കന്നഡ ഓൺ ഡെസേർട്സ് എന്ന് പറയുന്ന കന്നഡയിലുള്ള ഒരു റേഡിയോ ശ്രീ ഹബീബ് മുണ്ടോൾ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിനോടൊപ്പം ആരംഭിക്കുന്നു. ഇതൊന്നും സക്സസ് ആയില്ല. അപ്പോൾ അതിനുശേഷം ഞാനൊരു അഡ്വർടൈസിങ് ഏജൻസി ദുബായിൽ ആരംഭിച്ചു. അതും സക്സസ് ആക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. അതിനുശേഷം നമ്മുടെ ഈ അമ്മ അവാർഡ്സ് ഒക്കെ ദുബായിൽ നടത്തുന്ന ഏഷ്യ വിഷൻ എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ വളരെ ചെറിയൊരു കാലം ജോലി ചെയ്യുന്നു. പിന്നീട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. നാട്ടിൽ വന്നപ്പോൾ വീണ്ടും ജോയ് ആലുക്കാസിനോടൊപ്പം അവരുടെ മീഡിയ മാനേജറായി ഇന്ത്യൻ ഓപ്പറേഷൻസിൻ്റെ മീഡിയ ഹെഡായിട്ട് ജോയിൻ ചെയ്തു. അവിടെയും 2 വർഷം ജോലി ചെയ്തു. വീണ്ടും അവിടെ വന്നപ്പോഴാണ് ആശേച്ചി ഇവിടെ ഒരു റേഡിയോ പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്, ഹലോ ജോയ് ആലുക്കാസ്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായി അന്ന് അരമണിക്കൂർ ഉണ്ടായിരുന്ന പ്രോഗ്രാം ഞാൻ വന്നപ്പോൾ അത് 1 മണിക്കൂറായിട്ട് നീട്ടി. ആ 1 മണിക്കൂർ പ്രോഗ്രാം 2006 ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ 2025 നമ്മൾ എത്തി നിൽക്കുമ്പോഴും ആ പ്രോഗ്രാം അവിടെ തന്നെയുണ്ട്. ബട്ട് സ്പോൺസർ എന്നുള്ള രീതിയിൽ ജോയ് ആലുക്കാസ് മാറി രാജഗിരി ഹോസ്പിറ്റലാണ് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത്. ഹൃദയപൂർവ്വം രാജഗിരി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ജീവിതയാത്ര. അപ്പോൾ കൊച്ചി, തിരുവനന്തപുരം, തൃശ്ശൂർ FM സ്റ്റേഷനുകളിൽ ഈ ദീർഘകാലത്തെ ഒരു റേഡിയോ എക്സ്പീരിയൻസ് ഉണ്ടായി. ഈ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി, ശബ്ദം എന്നതുകൊണ്ട് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാനൊരു ആർജയായിട്ട് നിൽക്കേണ്ട ആളല്ല. ശബ്ദത്തെ കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അഡ്വർടൈസിങ്, ഓഡിയോ ബുക്ക്, RJ, VJ, ഡബ്ബിംഗ്, നരേഷൻ, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ മേഖലകളാണ്. അപ്പോൾ ഒരാൾക്ക് തന്നെ 4 in 1, 3 in 1, 5 in 1 എന്നൊക്കെ രീതിയിലേക്ക് ഒരു മനുഷ്യന് തന്നെ ശബ്ദത്തെ വിന്യസിപ്പിക്കാൻ സാധിക്കും. പക്ഷെ അവർക്കൊരു പ്രൊഫഷണലായിട്ട് ഇതൊന്ന് പഠിക്കാനുള്ള അവസരം കിട്ടണം. അതല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം കിട്ടണം. അതല്ലെങ്കിൽ അക്കാഡമിക്കലായിട്ട് ഇത് പഠിക്കാനുള്ള അവസരം കിട്ടണം. ആ ചിന്തയിൽ നിന്നാണ് സത്യത്തിൽ ഞാൻ സൗണ്ട് പാർക്ക് അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനം ആരംഭിച്ചതും ഇങ്ങനെ ഒരു കോഴ്സ് ആരംഭിക്കാനിടയായതും. ഓക്കെ, ബാലേട്ടൻ പറഞ്ഞല്ലോ പല പല സംരംഭങ്ങളിലൂടെ കടന്നുപോയ ശേഷമാണ് സൗണ്ട് പാർക്കിലേക്ക് എത്തിയത്. അപ്പോൾ അതിൽ നിന്നുള്ള ലേണിങ്സിലൂടെ എല്ലാം ആദ്യമായിട്ട് ഇങ്ങനെ സൗണ്ട് എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു സ്ഥാപനം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ആൾക്കാരിലേക്ക് എത്തിക്കാനും അവരിൽ ഇതിലൂടെ ജോലി സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിപ്പിക്കാനും എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടോ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ തരണം ചെയ്തു? അതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. കാരണം നമ്മളെപ്പോഴും ഒരു പൈനിയേഴ്സ് ഏതെങ്കിലും ഒരു രംഗത്ത് നമ്മളൊരു തുടക്കക്കാരായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് പഠിപ്പിക്കലാണ്. ഇപ്പം സൗണ്ട് എഞ്ചിനീയറിങ് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. 1000-കണക്കിന് കുട്ടികൾ ഇപ്പോൾ BTech പഠിക്കുകയാണ്. പക്ഷെ BTech പഠിക്കുന്ന ഒരു കുട്ടി, ഞാൻ ആരെയും കുറ്റം പറയുകയില്ല, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഈസ് വാട്ട് ഹാപ്പനിങ് ഇൻ അവർ സൊസൈറ്റി. ഇപ്പോൾ ഒരാളൊരു BTech സിവിൽ എഞ്ചിനീയറിംഗ് ആവുന്നു, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആവുന്നു, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആവുന്നു, ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആവുന്നു. പക്ഷേ ഇവർക്ക് ആർക്കും ജോലി സാധ്യതയില്ല. നമ്മൾ ഇവരെയൊക്കെ പിന്നെയും കാണുന്നത് എവിടെയാണ്? ബാങ്കിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റിൽ അവർ ഉണ്ടാവും. അതുപോലെ തന്നെ IT സ്ഥാപനങ്ങളിൽ ഇവരെല്ലാവരും പഠിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടാവും. അതായത് എന്താണോ അവർ കൈകാര്യം ചെയ്ത ഒരു എഡ്യൂക്കേഷണൽ പോർട്ട്ഫോളിയോ, അതിൽ തന്നെ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നിൽക്കുകയാണ്. പക്ഷെ സൗണ്ട് എഞ്ചിനീയറിംഗ്, നിങ്ങളത് പഠിച്ചാൽ സൗണ്ട് എഞ്ചിനീയർ ആവും, നിങ്ങൾക്കൊരു റെക്കോർഡിസ്റ്റ് ആവാം, നിങ്ങൾക്ക് മ്യൂസിക് പ്രൊഡക്ഷൻ രംഗത്ത് പ്രവർത്തിക്കാം, നിങ്ങൾക്ക് ലൈവ് എഞ്ചിനീയർ ആവാം, നിങ്ങൾക്ക് സ്റ്റുഡിയോ എഞ്ചിനീയർ ആവാം. ഇഷ്ടംപോലെ അവസരങ്ങളാണ്. പക്ഷെ സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് കോഴ്സിൻ്റെ പേര് കേരളത്തിൽ വളരെ ഫെമിലിയർ അല്ല. ഇവിടെ കുറച്ചും കൂടി ഫെമിലിയർ ആയത് എനിക്ക് തോന്നുന്നു നമ്മുടെ റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയതിന് ശേഷമാണ് സൗണ്ട് എഞ്ചിനീയർ, ഒരു മലയാളി സൗണ്ട് എഞ്ചിനീയറിംഗ് രംഗത്ത് ഓസ്കാർ അവാർഡ് നേടി എന്ന് പറയുന്ന ഒരു പോപ്പുലാരിറ്റി ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചിട്ട് വരുന്നത്. ഇപ്പോഴും സൗണ്ട് എഞ്ചിനീയറിംഗിൽ ഒരു ബാച്ചിൽ 20 കുട്ടികളാണ് ഇപ്പോൾ നമ്മളൊരു ബാച്ചിൽ. ഈ 20 കുട്ടികളെ കണ്ടെത്താൻ ഭയങ്കര പ്രയാസപ്പെടുകയാണ്. പക്ഷെ വൺസ് ദേ എൻറ്റേർഡ് ഇൻ ടു ദ കോഴ്സ് അവർക്ക് മനസ്സിലാവുന്നു ഇത് ഭയങ്കര സംഭവമാണ്. അവർ പിന്നീട് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി. കാരണം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഒരു പാഷൻ എന്താ പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഒരു ശരാശരി ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയോട് നിങ്ങൾ എവിടെ പഠിക്കണം എന്ന് ചോദിച്ചാൽ അവൻ കൊച്ചി പ്രിഫർ ചെയ്യും. അത് ഒന്ന് കൊച്ചിയോടുള്ള അവൻ്റെ ആസക്തിയാണ്.
രണ്ട്, കൊച്ചിയിൽ വന്നാൽ അവൻ എന്തെങ്കിലും ആയിത്തീരും എന്നുള്ളൊരു തോന്നലാണ്. ഞാനിപ്പോൾ കണ്ടത് കൊച്ചിയിൽ പഠിക്കാൻ വരുന്നത് കൊച്ചിക്കാരല്ല, മറ്റു സ്ഥലങ്ങളില്ല. കൊച്ചിക്കാരൻ ചിലപ്പോൾ ബാംഗ്ലൂർ പോകുന്നുണ്ടാവും പഠിക്കാൻ. ഇതേ സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സ് ഇവിടെ ഉണ്ട്. പക്ഷേ ഒരു കൊച്ചിയിലുള്ള ഒരു വിദ്യാർത്ഥി ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് ബാംഗ്ലൂർ പോകാനാണ്. അപ്പോൾ കൊച്ചി കാണാനുള്ള ഒരു ഇഷ്ടം കേരളത്തിലുണ്ട്. അപ്പോൾ അവർ കൊച്ചി കാണാൻ വരികയാണ്. പക്ഷെ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ അധികം ആ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കിയോളൂ, അവരൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സിനിമ ഇൻഡസ്ട്രിയിൽ പ്രവേശിക്കാനാണ്. സിനിമ എന്ന് പറയുന്ന ഒരു വലിയ മോഹം, ആ മോഹത്തിൻ്റെ മേൽവിലാസത്തിലേക്ക് പറന്നെടുക്കാനുള്ള ഒരു ചെറിയ ചിറകുകളാണ് ഇപ്പോൾ അവർ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഞാൻ അവരോടെല്ലാം പറയാറുള്ളത്, ഫാസ്റ്റസ്റ്റായിട്ട് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് എൻട്രി ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു കയറാൻ, ഒരു ന്യൂസ് ബേസ്ഡ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും നല്ല വാതിൽ എന്ന് പറയുന്ന സൗണ്ട് എഞ്ചിനീയറിംഗ്. കാരണം ഇപ്പോൾ സൗണ്ട് എഞ്ചിനീയർ, നിങ്ങൾക്കൊരു സ്റ്റുഡിയോയിൽ ഒരു സൗണ്ട് എഞ്ചിനീയർ, അവൻ ആരെ പരിചയപ്പെടുന്നത്? അവിടുത്തെ എല്ലാ ഗായകന്മാരെ പരിചയപ്പെടും. അവൻ ഡബ്ബിങ്ങിലാണ് ഒരു എഞ്ചിനീയറായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവന് ഏറ്റവും പ്രധാനപ്പെട്ട സംവിധായകരെ കാണാൻ, ഏറ്റവും വലിയ ടെക്നീഷ്യൻസിനെ കാണാൻ, ഏറ്റവും വലിയ നടന്മാരെ കാണാൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ കാണാനുള്ള അവസരമാണ് കിട്ടുന്നത്. അപ്പൊ സിനിമയിലേക്ക് പ്രവേശിക്കാൻ, ടെക്നിക്കലി പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ഞാൻ വിചാരിക്കുന്നത് സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലാറ്റ്ഫോം എവർ ദേ ക്യാൻ സെലക്ട് എന്നുള്ളതാണ്. അതുപോലെ വോയിസ് ആക്ടിങ്ങിനെ സംബന്ധിച്ചിട്ട് ഇപ്പം നമുക്കറിയാം, സാധ്യതകൾ ഭയങ്കരം കൂടി വരികയാണ്. നമ്മൾ പറയാറുണ്ട്, ഈ പ്രപഞ്ചം തന്നെ ഉത്ഭവിച്ചത് ശബ്ദത്തിൽ നിന്നാണ്, അല്ലേ? അതെല്ലാ മതങ്ങളിലും അങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ശബ്ദത്തിൽ നിന്ന് തുടങ്ങി പിന്നീട് ലിപികളുണ്ടായി, പിന്നീട് ഭാഷയുണ്ടായി, ഈ ഭാഷയിൽ നിന്ന് പിന്നെ അച്ചടി മാധ്യമങ്ങളുണ്ടായി, പിന്നീട് വിഷ്വൽ മീഡിയ ഉണ്ടായി, അതിനുശേഷം നമ്മുടെ പിന്നെ പ്രിന്റ് മീഡിയ, ടെലിവിഷൻ, പിന്നെ ഓഡിയോ വീണ്ടും സജീവമായി, സോഷ്യൽ മീഡിയ നമ്മളിപ്പോൾ എത്തിക്കുക. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മുഖത്തിരുന്ന് ഇപ്പോൾ സംസാരിക്കുക, അല്ലേ? ഈ സമയത്ത് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഈ ലോകം കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. ഈ ലോകം വീണ്ടും ഒരു ചക്രം പൂർത്തിയാക്കി, നമ്മളൊരു വ്യാഴവട്ടം എന്നൊക്കെ പറയുന്ന പോലെ ഒരു പിന്നെ ഋതുഭേദങ്ങളുടെ എല്ലാ ചക്രങ്ങളും അവസാനിപ്പിച്ച് വീണ്ടും ശബ്ദത്തിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് പണ്ടൊക്കെ നമ്മളൊരു പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു ക്രേസ് ആണ്, അല്ലേ? പുസ്തകത്തിൻ്റെ ഒരു ഗന്ധമുണ്ട്, അല്ലേ? നമ്മളിപ്പോൾ ഓരോ ക്ലാസ് കഴിയും തോറും നമ്മൾക്കൊരു പുതിയ പുസ്തകം വാങ്ങിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ്? ആ പുസ്തകത്തിൻ്റെ ഒരു സ്മെൽ അത് നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും. എനിക്കൊക്കെ അത് ഭയങ്കര നഷ്ടപ്പെട്ട ആളാണ്. കാരണം എനിക്കൊരിക്കലും പുതിയ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ അവസരമേ കിട്ടിയിട്ടില്ല. ഞാൻ എപ്പോഴും നമ്മുടെ തൊട്ട് മുതിർന്ന കുട്ടികളുടെ പഴയ പുസ്തകങ്ങൾ അധികം വായിച്ചവന്. പക്ഷേ എൻ്റെ മക്കൾക്കൊക്കെ പുതിയ പുസ്തകം വാങ്ങിച്ചു കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പുതിയ പുസ്തകം വാങ്ങിച്ചു കൊടുക്കുമ്പോഴൊക്കെ അത് ശ്വസിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അത് പുസ്തകത്തിൻ്റെ പ്രിൻറ്റിങ്ങിൻ്റെ ആ മെറ്റീരിയലിനോടുള്ള ഇഷ്ടമല്ല, അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്നേഹാക്ഷര പ്രപഞ്ചമുണ്ട്, അല്ലേ? നമ്മൾ വായിക്കാൻ വേണ്ടി പോകുന്നത്, അതിനോടൊക്കെയുള്ള ഒരു അദമ്യമായ ആഗ്രഹം. പക്ഷേ ഇപ്പം നമ്മൾക്ക് എന്താ, ആ പുസ്തക വായന എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ പുസ്തകങ്ങൾ കേൾക്കുന്ന രീതിയിലേക്ക് നമ്മളെത്തി. ഇപ്പൊ ഞാൻ ഫ്രം കാസർഗോഡ് ടു കൊച്ചി 7-8 മണിക്കൂർ എടുത്തിട്ട് ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് വരാറുണ്ട്. ആ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു ഓഡിയോ ബുക്ക് അതിനകത്ത് വെക്കും. കാസർഗോഡ് നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ഞാൻ 1-2 പുസ്തകങ്ങൾ വായിച്ചു കഴിയും. അപ്പൊ വായിച്ചതിനേക്കാളും എൻ്റെ അഭിപ്രായമാണ്, എല്ലാവരും അത് യോജിക്കണമെന്നില്ല, ഒരു വായിച്ചിട്ട് നമ്മൾ മനനം ചെയ്യുക എന്ന് പറയില്ല, മനസ്സിലാക്കി വെക്കുന്നതിൻ്റെ എത്ര ഇരട്ടിയാണ് കേട്ടാൽ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വായിച്ച പുസ്തകങ്ങളൊക്കെ കേട്ട പുസ്തകങ്ങളെല്ലാം നമുക്ക് അതുപോലെ ഉള്ളിൽ നിൽക്കും. ഇപ്പം നിങ്ങൾക്കറിയാം, ആമസോണിൻ്റെ ഏറ്റവും വലിയ ഓഡിയോ പ്ലാറ്റ്ഫോമാണ് ഓഡിബിൾ എന്ന് പറയുന്നത്. ആ ഓഡിബിളിനകത്തൊക്കെ ഇപ്പോൾ പൗലോ കൊയ്ലോൻ്റെ ഒക്കെ പുസ്തകങ്ങളുണ്ടല്ലോ, ആൽക്കമിസ്റ്റ് എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളൊക്കെ കോടിക്കണക്കിന് ആണ് എല്ലാ ഭാഷകളിലും വിറ്റഴിഞ്ഞിരിക്കുന്നത്. കാരണം അത്രമേൽ ആളുകൾക്ക് ഇഷ്ടം. ഇപ്പോൾ കേരളത്തിൽ തന്നെ, മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോറി ടെൽ, കുക്കു FM, നെസ്റ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓഡിയോ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നാളെ നിങ്ങൾക്കിപ്പോൾ സിൻസ് യു ആർ വർക്കിംഗ് അണ്ടർ എ സ്റ്റാർട്ടപ്പ്, നിങ്ങൾക്ക് നാളെ ഓഡിയോ ബുക്കിന്റെ ഒരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. നിങ്ങൾ 1000കണക്കിന് പുസ്തകങ്ങൾ ഇവിടെ വായിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ കമ്പനി വന്നിട്ട് നാളെ അത് പർച്ചേസ് ചെയ്യും. പക്ഷെ ഈ സാധ്യതകളൊക്കെ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു വനരോധനായിട്ട് നിൽക്കുകയാണ്. അത് നമ്മളത്തേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ ഇൻഡസ്ട്രിയിലുണ്ട്. അഡ്വർടൈസിങ് പണ്ടൊക്കെ എന്താ, വിഷ്വൽ മീഡിയയിൽ കുറച്ച് അഡ്വർടൈസിങ് ഉണ്ടാവും, റേഡിയോയിൽ കുറച്ച് അഡ്വർടൈസിങ് ഉണ്ട്. ഇപ്പം അതല്ല, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രളയം പോലെ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
പണ്ട് ആ പരസ്യത്തിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 10 സെക്കൻഡ്, 15 സെക്കൻഡ്, 20 സെക്കൻഡ്, 30, 40, 45, മാക്സിമം ടു 60 അല്ലേ? അപ്പോൾ നമ്മളൊരു പരസ്യത്തിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5 സെക്കൻഡ്സിന്റെ മൾട്ടിപ്പിൾസ് ആണ്. പക്ഷെ ഇന്ന് അതല്ലല്ലോ, ഇന്ന് മൾട്ടിപ്പിൾസ് ഒന്നുമില്ല. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് 5 മിനിറ്റിന്റെ പരസ്യം, 10 മിനിറ്റിന്റെ ഒക്കെ പരസ്യം കൊടുക്കാം. കുറ്റിക്കൂറയുടെ ഒരു 30 സെക്കൻഡിന്റെ പരസ്യം കാണാം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഒരു 5 മിനിറ്റും 10 മിനിറ്റും ദൈർഘ്യമുള്ള അതിന്റെ സ്റ്റോറിയും കാണാം. ആ രീതിയിലേക്ക് പരസ്യം വന്നു. അപ്പൊ പരസ്യത്തിന്റെ രീതി എന്താ? പണ്ടൊക്കെ സ്റ്റേറ്റ്മെന്റ് ആഡ്സ് ആണ് അല്ലെ? ഇപ്പോൾ നഗരത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ചിക്കിങ് മാത്രം എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആഡ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ടാഗ് ലൈൻസ് അല്ലെ? ഇപ്പോ ജോയ് ആലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ, അല്ലെങ്കിൽ മലബാർ ഗോൾഡ് ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി എന്നൊക്കെ പറയുന്ന കുറച്ച് സാധനങ്ങളെ പരസ്യത്തിൽ വേണ്ടു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഡയലക്റ്റിക്കൽ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ സിൻസ് നിങ്ങൾ ഒരു സാധനം ഡബ്ബിംഗ് ആണ് പഠിക്കുന്നതെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മാത്രമല്ല, നിങ്ങൾ പരസ്യത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിട്ട് മാറുന്നു. നിങ്ങൾ ഏറ്റവും നല്ല നരേറ്ററായിട്ട് മാറുന്നു. നിങ്ങൾ ഏറ്റവും നല്ല ഓഡിയോ ബുക്ക് റീഡറായിട്ട് മാറുന്നു. അപ്പോൾ വോയിസ് പഠിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എങ്ങനെ വോയിസ് പഠിക്കുക? വോയിസ് പഠിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ശ്വാസം നിങ്ങളോടൊപ്പം ഉണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ശ്വാസം പോകുമ്പോൾ ചിന്തിക്കും അല്ലെ? അതുവരെ നമ്മൾ ആരും ചിന്തിക്കും. അതുവരെ നമ്മൾ ആരും അതിനെന്തെങ്കിലും ഒരു തടസ്സം വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുപോലെ ശബ്ദം നിങ്ങളോടൊപ്പം ഉള്ള ഒരു സാധനമാണ് ശബ്ദം. ഐശ്വര്യ എപ്പോഴെങ്കിലും ശബ്ദത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം എന്നോട് ഐശ്വര്യ പറഞ്ഞു, ഞാനിതാ ആദ്യത്തെ അഭിമുഖത്തിനാണ് അല്ലെ ഈ വെളിച്ചത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. എല്ലാ സമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് മുതൽ ഐശ്വര്യ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത് ഐശ്വര്യയുടെ ശബ്ദത്തെക്കുറിച്ചാണ്. ഇന്നലെ വരെ ഐശ്വര്യ ചിന്തിച്ചത് ഐശ്വര്യയുടെ കണ്ണുകളെക്കുറിച്ച്, മുഖത്തെക്കുറിച്ച്, മുടിയെക്കുറിച്ച്, എല്ലാം പുറമേയുള്ള ബാഹ്യമായിട്ടുള്ള സൗന്ദര്യത്തെക്കുറിച്ചിട്ടാണ്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ അന്തർലീനമായി നിൽക്കുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ശബ്ദമാണ് അല്ലെ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആ ശബ്ദത്തിന്റെ പ്രവാഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നാഭി, ഹൃദ്കണ്ഠ, രസന എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? നാഭിയിൽ നിന്ന് വന്ന് ഹൃദയത്തിലൂടെ വന്ന് കണ്ഠത്തിലൂടെ നമ്മുടെ നാവിലൂടെ പ്രവഹിക്കുന്ന ഒരു അൺഎൻഡിങ് ഇമോഷണൽ ഫ്ലോ, അതാണ് ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ആ ശബ്ദത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തേനേക്കാളും കുറെ കൂടി നന്നായിട്ട് നിങ്ങൾക്ക് ആ ശബ്ദത്തെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എപ്പോഴും എല്ലാ കുട്ടികളോടും പറയുന്ന ഒരു കാര്യമുണ്ട്. നാവ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇറ്റ്സ് ലൈക്ക് എ പെൻസിൽ. നിങ്ങൾക്ക് എങ്ങനെയാണോ എഴുതാൻ പെൻസിൽ ഉപയോഗിക്കപ്പെടുന്നത്, അതുപോലെ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഒരു ഇൻസ്ട്രുമെന്റ്, അല്ലെങ്കിൽ അതിന് എന്താ എക്യുപ്മെന്റ് എന്നാണോ പറയുക, അല്ല ഇൻസ്ട്രുമെന്റ് ആണ് നിങ്ങളുടെ നാവ് എന്ന് പറയുന്നത്. നിങ്ങൾ സംസാരിക്കാൻ പഠിക്കേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്. ഇപ്പൊ ഞാൻ ഐശ്വര്യയോട് പറയാണ്, ഐശ്വര്യക്ക് ഒരു വിഷമുണ്ടെങ്കിൽ ഐശ്വര്യ വിഷമിക്കണ്ട, ഞാനുണ്ട് കൂടെ അല്ലെ? ആ ഞാനുണ്ട് കൂടെ എന്ന് പറയുമ്പോൾ ചിലപ്പം പെട്ടെന്ന് ഐശ്വര്യയുടെ കണ്ണ് നിറയും. എന്തുകൊണ്ടാ? നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആ പറയുന്ന ആളോടുള്ള ഒരു പ്രോക്സിമിറ്റി, പിന്നെ അദ്ദേഹം സംസാരിക്കുന്നത് ആത്മാർത്ഥതയോടുകൂടിയാണ്, ഹൃദയത്തിൽ നിന്നാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഘട്ടം. ഇപ്പം ചില ആളുകൾ നമ്മുടെ തൊട്ടടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും അയാളൊന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോയാൽ മതിയായിരുന്നു എന്ന് അല്ലേ? മറ്റു ചില ആളോട് നമ്മൾ സംസാരിക്കുമ്പോൾ തോന്നും ഒട്ടും മതിയായില്ല, കുറച്ചും കൂടി സംസാരിക്കണമായിരുന്നു എന്ന്. ഇത് നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മളിപ്പോൾ ദൈവങ്ങളുടെ ഫോട്ടോ കണ്ടിട്ട് ഓറ ചുറ്റും ഒരു പ്രകാശവലയം എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ശബ്ദത്തിനൊരു പ്രകാശവലയമുണ്ട്. പക്ഷെ ആ പ്രകാശവലയത്തെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പാട്ടുകാരൻ രാവിലെ എഴുന്നേറ്റ് സാധകം ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ശബ്ദത്തെ സാധകം ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനൊരു മോഡുലേഷൻ ഉണ്ട് അല്ലെ? ഒരു വഴി. ശബ്ദത്തെ എപ്പോഴും നമ്മൾ വേവ്സ് ആയിട്ടാണ് കാണുന്നത്. മലയാളത്തിലെ അക്ഷരങ്ങൾ നോക്കിക്കോ, വേവ്സ് ആണ്. ഖ ഖ ഖ ഖ ങ ച ച ജ ച ഞ. അതിങ്ങനെയാ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള പോയറ്റിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്ന മലയാളമാണ്. അതുകൊണ്ടാണ് മലയാളത്തിന് മാത്രം ഒരു പേരുണ്ട്, സ്വരഭാഷ. ലോകത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഭാഷയാണ് സ്വരഭാഷ ആയിട്ടുള്ള മലയാളം. കാരണം എന്താ? ഇതൊരു മണിപ്രവാള ഭാഷയാണ്. തമിഴിൽ നിന്നും സാൻസ്ക്രിറ്റിൽ നിന്നും പിറവികൊണ്ട ഒരു ഭാഷയാണ് മലയാളം. അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കുന്ന, ഏറ്റവും മനോഹരമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്ന, ശബ്ദം കൊണ്ട് മറ്റുള്ളവരെ കീഴടക്കാൻ സാധിക്കുന്ന ഒരേ ഒരു ലാംഗ്വേജ്
അത് മലയാളമാണ്. അതുകൊണ്ട് ആ മലയാളം സ്വരത്തെ പഠിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് വരാൻ എന്താണ് എലിജിബിലിറ്റി? പാഷൻ അല്ലാതെ, അതായത് ഒരാൾക്ക് ആർജെ ആവണം അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കണം എന്ന ആഗ്രഹത്തിനുപരി അവർക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഓക്കെ, അതൊരു നല്ല ചോദ്യമാണ്. അതായത് ഞാനെപ്പോഴും പറയാറുണ്ട്, പാഷൻ മീറ്റ്സ് പ്രൊഫഷൻ. അതാണ് ദ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പാഷൻ ഉണ്ടോ? ഇപ്പോൾ ഇവരൊക്കെ ആനിമേഷൻ പഠിച്ചു, ക്യാമറ പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പോഴും അറിയില്ല ഇത് കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു തൊഴിലാണെന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവർ ഇപ്പോൾ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പാഷനെ ഒരു പ്രൊഫഷനായിട്ട് മാറ്റാനും അതിനെ മീറ്റ് ചെയ്യിപ്പിക്കാനാണ്. അതേപോലെ ഒരു ശബ്ദത്തിനോട് നിങ്ങൾക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ താല്പര്യം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഒരു പാഷനായി മാറണം. എനിക്ക് ശബ്ദം കൊണ്ട് ജീവിക്കണം. ഞാൻ പറയാറുണ്ട് 50% ഓഫ് യുവർ ടോട്ടൽ പേഴ്സണാലിറ്റി ഈസ് ബിലോങ്ങിങ് ടു യുവർ വോയിസ്. അല്ലേ? അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ശബ്ദത്തെ നിങ്ങൾക്ക് പഠിക്കണം. അപ്പോൾ നമ്പർ 1 പാഷൻ. നമ്പർ 2 എന്ന് പറയുന്നത് നല്ല അക്ഷരവിശുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രൊനൗൺസിയേഷൻ, അല്ലെ? നമ്മളൊരു വാക്കിന്റെ, മലയാളത്തിന്റെ ഏത് ഭാഷയായാലും അതിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിന്റെ പ്രൊനൗൺസിയേഷനാണ്. യേശുദാസിന്റെ പാട്ട് കേൾക്കണം മലയാളത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ. ഏതെങ്കിലും ഒരു അക്ഷരത്തിൽ ഒരു ഏറ്റക്കുറച്ചിൽ കാണില്ല. ഇപ്പം എൻ്റെതൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഐ ആം ബേസിക്കലി കമ്മിങ് ഓൾ ദ വേ ഫ്രം കാസർഗോഡ്. കാസർഗോഡിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. കാസർഗോഡിനെ ചെറുതായിട്ടല്ല ഞാൻ വലുതാക്കിയിട്ടാണ് പറയുന്നത്. സപ്തഭാഷകളുടെ സംഗമഭൂമി എന്നൊക്കെ പറയും. 7 ഭാഷകൾ ചേർന്നിട്ട് സത്യത്തിൽ ഒരു ഭാഷയില്ലാതായി പോയ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ വന്ന് മലയാളം ഞാനിപ്പോൾ സംസാരിക്കുന്നത് നിങ്ങളൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ്. പക്ഷെ ഇപ്പം ഞാൻ കുറേ കാലം, പക്ഷെ അപ്പോഴും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഓരോ പ്രദേശത്തിന് ഓരോ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ കാസർഗോഡ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ DMK എന്ന് പറയുന്ന പാർട്ടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ DMK എന്ന് നമ്മൾ പറയും. പക്ഷെ യഥാർത്ഥത്തിൽ പറയേണ്ടത് DMK ഒരു യകാരുണ്ട് ഒളിഞ്ഞ്, അല്ലെ? പക്ഷെ കാസർഗോഡ് എത്തുമ്പോൾ ആ യകാരില്ല. അത് നമ്മൾ അറിയാം, അത് എഴുതാറില്ല. DMK എന്ന് എഴുതിയാൽ മതി. പക്ഷെ പറയുമ്പോൾ അതിനകത്തൊരു യകാരുണ്ട്, അല്ലെ? അപ്പൊ നമ്മളത് വിട്ടുപോകും. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ആ ഒരു പ്രാദേശിക ഭാഷയുടെ സ്വാധീനക്കുറവ് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കും. അതൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ നന്നായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പഠിക്കുക. പിന്നെ നമ്മുടെ ഒരു പാഷൻ ഇതായിട്ട് ചിന്തിക്കുക. മൂന്നാമത്തതാണ് നമ്മുടെ ലാംഗ്വേജ്. അതായത് നമ്മൾ വൊക്കാബുലറി എന്ന് പറയുന്നില്ലേ, അതുപോലെ സംസാരിക്കുന്നതിൻ്റെ ഒരു ഫ്ലോ ഉണ്ട്. ഇപ്പം അധികം സ്ഥലത്തും ആവശ്യപ്പെടുന്ന ലൈവാണ്. ഇപ്പം നിങ്ങൾ റേഡിയോ പ്രോഗ്രാം ചെയ്യുന്ന, പണ്ടൊക്കെ ഒരു സ്ക്രിപ്റ്റ് ഓറിയൻറ്റഡ് ആണ് പ്രോഗ്രാംസ്. പക്ഷെ ഇന്നതല്ല. ഇന്നിപ്പോൾ നിങ്ങൾ നേരിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്നെ ദുബായ് റേഡിയോയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തിരുവനന്തപുരത്തെ ഒരു സ്റ്റുഡിയോയിലാണ് നമ്മുടെ ഈ ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ആ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ആദ്യം എന്നോട് പറഞ്ഞത് വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമട കായലിൽ വീണ് എന്നുള്ള പാട്ട് കേൾപ്പിച്ചു. ആ പാട്ട് കേൾപ്പിച്ചിട്ട് പറഞ്ഞു ആ പാട്ടിനെ കുറിച്ച് പറയാൻ. അപ്പം നമ്മൾക്ക് പെട്ടെന്ന് പറയാൻ കിട്ടണമല്ലോ, അതാണ്. പിന്നെ രണ്ടാമത് പൊതുവെ ഇത്തരം സ്റ്റേഷനുകൾ പറയുന്നത്, ഇപ്പോൾ ഒരു PTA, AFP പോലുള്ള ഏജൻസീസിയുടെ ഒരു വാർത്ത തരും. ആ വാർത്ത എന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയും. അപ്പം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം. അതുപോലെ പിന്നെ ന്യൂസ് റീഡിങ്, അത് വളരെ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം, സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം എത്രയോ യൂട്യൂബ് ചാനൽസാണ് ആരംഭിക്കുന്നത്. ആ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കണ്ടറിയാം, എല്ലാവരും വെറുപ്പിക്കുകയാണ്, വാർത്ത വായിച്ച് വെറുപ്പിക്കുകയാണ്. കാരണം അറിയില്ല. അപ്പോൾ അവർ ഒരു 2 മാസം ഒരു ട്രെയിനിങ് എൻ്റെ സ്ഥാപനത്തിൽ വരണമെന്നല്ല, അവർ എവിടെന്നെങ്കിലും ചെയ്താൽ മതി. ആ 2 മാസം ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ന്യൂസ് റീഡർ ആവാം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ നമ്പർ 1 പാഷൻ, നമ്പർ 2 പ്രൊനൗൺസിയേഷൻ, നമ്പർ 3 മോഡുലേഷൻ, നമ്പർ 4 വൊക്കാബുലറി. ഇതൊക്കെ ഉള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ഹി ക്യാൻ ബി എ വോയിസ് ആക്ടർ എന്നുള്ളതാണ്. Now coming to Sound Park Academy. ഈ പേരിന് പിറകിലുള്ള റീസൺ സൗണ്ട് പാർക്ക് എന്നതിന്, അതുകൂടാതെ സൗണ്ട് പാർക്ക് അക്കാഡമി, ഹൗ ഡസ് ഇറ്റ് ഹാവ് ആൻ എഡ്ജ് ഓവർ അതർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്? എന്താണെന്ന് അറിയില്ല, എനിക്ക് പാർക്കുകളോട് പണ്ടേ ഇഷ്ടമാണ്. ഞാൻ ആരെയും പ്രണയിച്ചിട്ട് പാർക്കിൽ ഇരുന്നിട്ടില്ല കേട്ടോ, ഇനി അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്. പാർക്ക് എന്ന് പറയുന്നത് കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ ഒരു ശാന്തതയിലേക്ക് എത്തിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ശാന്തത തേടി നമുക്ക് ഇരിക്കാൻ തോന്നുന്ന ഒരു സ്ഥലം,
പിന്നെ ഒട്ടും കൃത്രിമമല്ലാത്തൊരു സ്ഥലം എന്നൊക്കെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പം ഞാൻ 2008 ഞാൻ എറണാകുളത്ത് വന്ന ഉടനെ ആരംഭിച്ചത് അഡ്വർടൈസിംഗ് ആണ്. അപ്പം ഞാൻ ആ അഡ്വർടൈസിങ് കമ്പനിക്ക് ഇട്ട പേര് ആഡ്സ് പാർക്ക് എന്നാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ എസ് സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് ഇറ്റ്സ് എ സ്പാർക്ക് ഓഫ് ആഡ് ആൻഡ് ഇറ്റ്സ് എ പാർക്ക് ഓഫ് ആഡ്സ് എന്നുള്ള രീതിയിലാണ് ഞാൻ ആഡ്സ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിട്ടത്. ആഡ്സ് പാർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ക്ലൈൻറ്റ് ത്രൂ ഇതിൻ്റെ നമ്മുടെ പെയിൻറ്റിൻ്റെ ഒരു ഹോൾസെയിൽ ബിസിനസ് ആരംഭിച്ചിരുന്നു. ഇപ്പോൾ എൻ്റെ ബ്രദറാണ് ആ ബിസിനസ് നന്നായിട്ട് കൈകാര്യം ചെയ്തു പോകുന്നത്. അതിന് ഞാൻ കളർ പാർക്ക് നിട്ടു. ഓക്കെ, അപ്പോൾ എനിക്ക് സൗണ്ട് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ പാർക്ക് വിട്ടിട്ടൊരു കളിയില്ലല്ലോ. അപ്പം നമ്മൾ സൗണ്ട് പാർക്ക്, അപ്പോൾ അതും വളരെ അന്വർത്ഥമായിട്ട് മാറി എന്നുള്ളതാണ് സൗണ്ട് പാർക്ക്. ഇതും ഒരു ശബ്ദത്തിൻ്റെ ഒരു പാർക്ക് തന്നെയാണെന്ന് ഇപ്പോൾ എനിക്ക് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പേരിനെ കുറിച്ചിട്ട് പല ആളുകൾ അങ്ങനെ അഭിപ്രായം ചോദിക്കാറുണ്ട്. അങ്ങനെയാണ് നമ്പർ 1. നമ്പർ 2, ഐശ്വര്യ ചോദിച്ച ചോദ്യം, മറ്റ് സ്ഥാപനങ്ങൾ വളരെ ലിമിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മാത്രമേ കേരളത്തിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് രംഗത്ത് തന്നെയുള്ളൂ. ആ സ്ഥാപനങ്ങൾക്കൊക്കെ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ ഒരിക്കലും ഒരു സ്ഥാപനമായിട്ട് നമ്മുടെ സ്ഥാപനത്തെ കമ്പയർ ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഫുള്ളി ഇതിനകത്ത് കോൺസെൻട്രേറ്റഡ് ആണ്. ഇപ്പോൾ ചില സ്ഥാപനങ്ങൾ നടത്തുന്നത് ചിലപ്പോൾ അവർക്കൊരു ഓഡിയോ സ്റ്റുഡിയോ ഉണ്ടാവും. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആളുകൾ റെക്കോർഡിങ്ങിന് വരുന്നുണ്ടാവും. യേശുദാസ് മുതൽ താഴോട്ടുള്ള എല്ലാവരും വരുന്നുണ്ടാവും. അവരുടെ ഒരു പ്രൊഫൈലൊക്കെ കാണിച്ചിട്ടായിരിക്കും അവർ പോകുന്നത്. നമ്മൾ ഒരിക്കലും പുറമേ നിന്നുള്ള ഒരു ആർട്ടിസ്റ്റിന് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ഇന്നും ഒരുക്കിയിട്ടില്ല. നമ്മൾക്ക് 3 സ്റ്റുഡിയോസ് ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 സ്റ്റുഡിയോസ് ഉണ്ട്. ഈ സ്റ്റുഡിയോസ് ഫുൾ ടൈം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു എൻഗേജ്മെൻറ്റ് സ്ഥലം എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ കുറേ കൂടി സിലബസ് ഓറിയൻറ്റഡ് ആണ്. ഇപ്പോൾ ഇൻ്റർനാഷണലി ഇപ്പോൾ ബർക്ക്ലീസ് പോലുള്ള US ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അവരുടെയൊക്കെ സിലബസൊക്കെ നോക്കിയിട്ട് അതിൽ നിന്നാണ് നമ്മളൊരു കോംബോ സിലബസ് നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സ് ലൈവ്, സ്റ്റുഡിയോ ആൻഡ് മ്യൂസിക് പ്രൊഡക്ഷൻ, ഇത് 3ഉം ചേർന്നിട്ടുള്ള ഒരു കോംബോ കോഴ്സാണ്. അതുപോലെ വോയിസ് ആക്ടിംഗ് എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡബ്ബിംഗ്, RJ, VJ, നരേഷൻ, ഓഡിയോ ബുക്സ്, ന്യൂസ് റീഡിംഗ് ആൻഡ് പബ്ലിക് സ്പീക്കിംഗ്, ഇത്രയും ചേർന്നിട്ടുള്ള ഒരു കോഴ്സാണ്. അതാണ് 2 കോഴ്സുകൾ എന്ന് പറയുന്നത്. ഒന്ന് 3 മാസം ദൈർഘ്യമുള്ളത്, മറ്റൊന്ന് 1 ഇയർ. ഈ ശബ്ദത്തിനെ പറ്റി, ദിസ് ഈസ് ലൈക്ക് ഡൈഗ്രസിങ് ഫ്രം ദ ടോപ്പിക്. ശബ്ദം എന്ന് സാറ് പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന നമ്മുടെ ഒരു വോയിസ് അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി കൂടിയാണല്ലോ. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയത് സുധി വാൽമീകം എന്ന സിനിമ വന്നതിന് ശേഷമാണ്. അപ്പോൾ അതിൽ ജയസൂര്യ അവതരിപ്പിച്ച കഥാപാത്രം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ശബ്ദം, അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇത് ഒരു തെറാപ്പി ലൈനിലും കൂടി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ നമ്മുടെ സൗണ്ട് എഞ്ചിനീയറിംഗ്. അപ്പോൾ ആ രീതിയിൽ ഉള്ള ബുദ്ധിമുട്ടുന്ന വ്യക്തികൾ അല്ലെങ്കിൽ കുട്ടികൾക്കും ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഈ ഒരു പാതയിലേക്ക് വരാൻ പറ്റുമോ? ഓർ എങ്ങനെ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ത്രൂ സൗണ്ട് പാർക്ക് അക്കാഡമി? അതിനെന്തെങ്കിലും ഇംപ്ലിക്കേഷൻസ് ഉണ്ടോ? നിങ്ങൾ പറയുമ്പോൾ ഞാൻ കുറേ ആശയങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കൂടി പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അവിടെ അതൊരു വോയിസ് ക്ലിനിക്കാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ പിന്നെ നമ്മൾ രണ്ടും കൽപ്പിച്ച് അവിടെ പോയപ്പോൾ അവർ ഈ വോക്കൽ ഇഷ്യൂസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലിനിക്കാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് പല ആളുകൾക്കും ഈ സ്ക്രാച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചില ആളുകൾക്ക് പൊടുന്നനവേ ശബ്ദം നിന്നുപോയ ഇപ്പോൾ നമ്മുടെ മിൻമിനി എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഗായികയുടെ ശബ്ദം പൊടുന്നനവേ നിന്നുപോയി. ഒരുപാട് ന്യൂസ് റീഡേഴ്സിന് ആ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പല ആളുകൾക്കും ശബ്ദമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ചെറിയ പ്രായം മുതൽ നന്നായിട്ട് സംസാരിക്കാൻ പറ്റാതെ പോകുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവർക്കെല്ലാം സത്യം പറഞ്ഞാൽ ഒരു വോക്കൽ തെറാപ്പി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മുടെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവം വോക്കൽ എക്സസൈസ് ആണ്. വോക്കൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുടെ ആയിക്കൊണ്ടിരിക്കുന്നത് 2 ദിവസമായിട്ട് പൊടിപടലങ്ങളൊക്കെ അടിച്ചിട്ട് ഭയങ്കര കഫക്കെട്ടിനൊക്കെ ഉള്ളൊരു സാധ്യത വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വോക്കൽ എക്സസൈസ് എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് ദൈവം സഹായിച്ചിട്ട് ഇത്രയും കാലം എൻ്റെ ലൈഫിൽ ഇല്ലാത്ത പോയത് ഒരു കഫക്കെട്ട് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവാറില്ല. കാരണം നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്.
അപ്പോൾ ഇത്തരം വോക്കൽ എക്സസൈസ്, ഇപ്പം മ്യൂസിക് തെറാപ്പി എന്ന് നിങ്ങൾ കേട്ടുവാണല്ലോ, അതെ, ആ തെറാപ്പി പോലെ തന്നെ ഒരു വോക്കൽ തെറാപ്പി, വോക്കൽ എക്സസൈസ്, ഇതൊക്കെ ഈ കോഴ്സിന്റെ ഭാഗമാണ്. പക്ഷെ ഇതിനേക്കാളും കുറച്ചും കൂടി നമ്മൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഇതിനെ സയന്റിഫിക്കലായി കൊണ്ടുപോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതെ അതെ, കാരണം ഈ സ്പീച്ച് തെറാപ്പി ഒക്കെ വളരെയധികം പോപ്പുലറായി വരുന്ന ഒരു സമയമാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ ഇസ് എ കൈൻഡ് ഓഫ് എ ലൈഫ് ലൈൻ. അപ്പൊ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സൗണ്ട് പാർക്കിന് കഴിയട്ടെ എന്ന് അതെ. എനിക്ക് പിന്നെ ഇപ്പൊ എനിക്ക് നിങ്ങൾ ഈ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയുമ്പോഴാണല്ലോ പല ഇൻവെസ്റ്റേഴ്സും പല രീതിയിലുള്ള സാധ്യതകൾ തേടി പോകുന്നത്. ഇപ്പോൾ എൻ്റെ ഈ പ്രോഗ്രാം ആരെങ്കിലും കേൾക്കുന്ന ഒരു ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയേണ്ടത് ഇതൊരു ഗോൾഡ് മൈനാണ് അതെ ഈ ഇൻഡസ്ട്രി. കാരണം അൺഎക്സ്പ്ലോയിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഏറ്റവും വമ്പൻ ഒരു ബിസിനസ് സാമ്രാജ്യമാണ് ഇതിനകത്ത്. ഇപ്പോൾ എൻ്റെ ഈ കോഴ്സിൽ കഴിഞ്ഞ ബാച്ചിൽ 2 കുട്ടികൾക്ക് കാഴ്ചശക്തി ഇല്ലാത്തവരായിരുന്നു. 2 പേരും ബിടെക് ബിരുദധാരികളാണ്. പക്ഷേ യാദൃശ്ചികമായി വഴിയിൽ വെച്ച് അവർക്ക് കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥ വന്നു. എന്നെ ഞെട്ടിച്ചത് അവർ 2 പേര് ഡബ് ചെയ്യുന്നതും അവർ ചില സംഭവങ്ങൾക്ക് നരേറ്റ് ചെയ്തതാണ്. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. അപ്പൊ അത്തരം ആളുകളെയൊക്കെ നമുക്ക് ഭയങ്കര സ്പിരിറ്റഡ് ആയിട്ട് എനർജി നൽകി അവരുടെ എന്താ പറയുന്ന പോരായ്മകളൊക്കെ അതിജീവിപ്പിക്കാൻ പറ്റുന്ന ഒരു മാസ്മരികത സത്യത്തിൽ ഈ ഇൻഡസ്ട്രിക്ക് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ ഈ വോയിസ് ആക്ടിങ്ങിന്റെ മറ്റൊരു പ്രത്യേകത, ഞാനിപ്പോൾ ഈ നമ്മുടെ ഇത് കാണുന്ന ഏതെങ്കിലും ഇപ്പോൾ സ്ഥാപനങ്ങൾ ഉണ്ടാവില്ലേ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം പുതിയൊരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഈ ആഡ് ഓൺ കോഴ്സുകൾ ധാരാളമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആഡ് ഓൺ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ കോളേജുകൾക്കും ഫെമിലിയർ ആയിട്ടുള്ള കുറേ പേരുണ്ടാവും. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ്, അങ്ങനെ ഇങ്ങനെ കുറച്ച് കോഴ്സുകൾ. പക്ഷേ ഈ കോഴ്സുകൾക്ക് സത്യം പറഞ്ഞാൽ ഒരു ചെറിയ ഷോർട്ട് ടേം പീരീഡ് കൊണ്ട് അവർക്ക് ഒരു ഗുണം കിട്ടില്ല. പക്ഷെ വോയിസ് ആക്ടിങ് ആണെങ്കിൽ അവർക്കൊരു വലിയ ലൈഫിലേക്കുള്ള ഒരു ജേണിക്ക് തുടക്കം കുറിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ സ്ഥാപനങ്ങൾക്കും ആഡ് ഓൺ കോഴ്സായിട്ട് ഉടൻ ആരംഭിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് വോയിസ് ആക്ടിങ്. അതിനുള്ള എല്ലാ സംവിധാനവും നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി രാജഗിരി കോളേജിൽ ആഡ് ഓൺ കോഴ്സ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഭാരത് മാതാ കോളേജിൽ നമ്മൾ വോയിസ് ആക്ടിങ് പ്രത്യേകം കോഴ്സായിട്ട് മലയാളം കുട്ടികൾക്ക് കൊടുത്തിരുന്നു. അപ്പോൾ എല്ലാ സ്ഥലത്തും അത് ചെയ്യാം. അപ്പം അതിനുള്ളൊരു സംവിധാനം ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത് ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. പക്ഷെ ഇതിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് ഇപ്പം എനിക്ക് ഒരാൾക്ക് ഒന്നും കൊണ്ടു നടക്കാൻ പറ്റുന്ന അത്രയൊന്നും കപ്പാസിറ്റിക്ക് അപ്പുറമുള്ളതാണത്. ഇതിനകത്ത് നല്ല ഇൻവെസ്റ്റേഴ്സ് വരണം, നല്ല ടീമുകൾ ഉണ്ടാവണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് ഒരു വലിയ വിപ്ലവമായിരിക്കും. നമ്മളൊരു വോയിസ് റെവല്യൂഷൻ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ബാലേട്ടൻ പറഞ്ഞത് സൗണ്ട് പാർക്കിന്റെ കറണ്ട് കാര്യങ്ങളും പ്രോഗ്രസ്സുമാണ്. ഇനി ബാലേട്ടൻ വിഭാവനം ചെയ്യുന്ന സൗണ്ട് പാർക്കിന്റെ ഫ്യൂച്ചർ എങ്ങനെയുള്ളതാണ്? സൗണ്ട് പാർക്ക് ഞാൻ പറഞ്ഞില്ല, അത് 2 സെഷനാണ്, അല്ല 2 വിഭാഗമാണ്, സെക്ഷനാണ്. ഒന്ന് സൗണ്ട് എഞ്ചിനീയറിങ്ങും ഒന്ന് വോയിസ് ആക്ടിങ്ങും. ഈ സൗണ്ട് എഞ്ചിനീയറിങ്ങിന് തന്നെ ഇനിയും കൂടുതൽ കോഴ്സുകൾ ആരംഭിക്കാനുണ്ട്. ഇപ്പം നമ്മളൊരു ജനറൽ ഡിപ്ലോമയാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് മ്യൂസിക് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ സ്റ്റുഡിയോ എഞ്ചിനീയറിങ്, അതുപോലെ ലൈവ് എഞ്ചിനീയറിങ്. ഇപ്പോൾ ലൈവ് എഞ്ചിനീയറിങ് നമ്മൾ അറിയേണ്ടത് കേരളത്തിൽ ലൈവ് എഞ്ചിനീയറിങ് രംഗത്ത് ഭയങ്കര എക്സ്പെർട്ടീസ് ഉള്ള ആയിരക്കണക്കിന് ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ ഒരു സാധാരണ രാത്രി ഉറക്കളിഞ്ഞ് ഒരു സാധാരണ മൈക്ക് ഓപ്പറേറ്ററുടെ കൂടെ പോകുന്ന ഒരവസ്ഥയിലാണ്. കാരണം ഇവരാരും സർട്ടിഫൈഡ് എഞ്ചിനീയേഴ്സ് അല്ല. ഒരു സർട്ടിഫൈഡ് എഞ്ചിനീയർ ആയിട്ട് ഇദ്ദേഹത്തിന് മാറാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ പറഞ്ഞില്ല, ഇതൊരു കൈവഴക്കാണല്ലോ. അതായത് ഒരാളുടെ ശബ്ദത്തെ ആർക്കാണോ നന്നായിട്ട് ജഡ്ജ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അവനാണ് സൗണ്ട് എഞ്ചിനീയർ എന്ന് പറയുന്നത്. എന്ത് ടെക്നിക്കലായി പഠിച്ചു കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി ഹി ഷുഡ് ഹാവ് ദ കപ്പാസിറ്റി ടു ജഡ്ജ് ദ വോയിസ്. മനസ്സിലായില്ല? അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥ സൗണ്ട് എഞ്ചിനീയർ. അത് സ്റ്റുഡിയോയിലാണെങ്കിലും ലൈവിലാണെങ്കിലും. അപ്പോൾ അതൊക്കെ മനോഹരമായിട്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു ഫംഗ്ഷനിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ പ്രസംഗം ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വശ്യത നമ്മുടെ ശബ്ദത്തിന് വരികയാണ്. അപ്പം ഞാൻ ഇറങ്ങിപ്പോയി, ഞാൻ ആ സൗണ്ട് എഞ്ചിനീയർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് വന്നത്. അപ്പം അദ്ദേഹം പറയാണ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ വന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, ശബ്ദം നന്നായി. അപ്പം ഞാൻ പറഞ്ഞു, ഞാനത് ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത് ഇതുപോലെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് നമ്മൾ ആരംഭിക്കണം. അപ്പം അതുപോലെ തന്നെ ഡിജിറ്റൽ മിക്സർ. ഇപ്പൊ പണ്ടൊക്കെ അനലോഗ് മാത്രമായിരുന്നു, പക്ഷെ ഇപ്പോൾ അനലോഗ് മാറി ഡിജിറ്റലിലേക്ക് വന്നു. ഡിജിറ്റൽ മിക്സിങ്ങിൽ തന്നെ ഓരോ ദിവസവും പുതിയ പുതിയ മെഷീൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ അവർക്ക് പഠിക്കണം, അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ കേരളത്തിൽ വളരെ കുറവാണ്. ആ മേഖലയിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ സൗണ്ട് എഞ്ചിനീയറിംഗ് രംഗത്ത് ഇപ്പോൾ സിനിമ, ടെലിവിഷൻ, റേഡിയോ,
പോഡ്കാസ്റ്റ്, ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും സൗണ്ട് എഞ്ചിനീയേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അതെ. ഈ സൗണ്ട് എഞ്ചിനീയേഴ്സിനെ പുതിയ ഓരോ മേഖലകളിൽ ഉണ്ടാക്കിയെടുക്കുക, അവർ അപ്ഡേറ്റ് ചെയ്യുക. നമ്പർ 2 എന്ന് പറയുന്നത് ഒരു ബേസിക് സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ വേൾഡ് വൈഡ് ഈ ഒരു സ്ഥാപനത്തിന് ബ്രാഞ്ചസ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമാണ്. പക്ഷെ ആ ഡ്രീം പൂർത്തിയാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവണം. ഓക്കെ, ആ ഡ്രീമിലേക്ക് എത്താൻ എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. കമ്മിങ് ബാക്ക് ടു റേഡിയോ ജേർണലിസം. ഓക്കെ. അപ്പോൾ സർ പല എറാസിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ എവല്യൂഷൻ അത് ഭാഷയിലാവാം, വിഷയങ്ങളിലാവാം, ഇപ്പോൾ വളരെയധികം മാറ്റം സംഭവിച്ചിരിക്കുന്ന ഒരു ഫീൽഡിലാണല്ലോ. എല്ലാ ഫീൽഡിലും സംഭവിക്കുന്നുണ്ട് അതുപോലെ. അപ്പോൾ അതിനെ എങ്ങനെ വിലയിരുത്തുന്നു? ഈ വലിയ എവല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഇപ്പോൾ ആകാശവാണി ആണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആകാശവാണി എന്ന് പറയുന്നത് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് ഒരക്ഷരം അധികം പറയാൻ പാടില്ല, ഒരക്ഷരം കുറഞ്ഞു പറയാൻ പാടില്ല, വളരെ കൃത്യമായിട്ടുള്ള ഒരു താളം ഉണ്ടാവണം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ, ഇപ്പോൾ കണ്ണൂരിലൊക്കെ നമ്മൾ പോയ സമയത്ത് യുവവാണി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആകെ പറയേണ്ടത് ആകാശവാണി കണ്ണൂർ യുവവാണി. ഇന്നത്തെ യുവവാണിയിൽ ചലച്ചിത്ര ഗാനങ്ങൾ, ആദ്യ ഗാനം പാടിയത് ചിത്രം. ഇത്രയും നമ്മൾ പറയണ്ടു, മനസ്സിലായില്ലേ? അപ്പോൾ അതിന് നമ്മളൊരു കറക്റ്റായിട്ടുള്ള ഒരു മീറ്റർ സെറ്റ് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് ഒരു സാധനം അവതരിപ്പിക്കുകയാണ്, അല്ലേ? ഇപ്പൊ പണ്ടത്തെ വാർത്തകളും നമ്മൾ അങ്ങനെ തന്നെ വളരെ കൃത്യമായിട്ട് പറയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് തിരുവനന്തപുരത്ത് അറിയിച്ചതാണ് ഇക്കാര്യം. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. വാർത്തയിൽ നിങ്ങൾക്കറിയാം, റിപ്പോർട്ടറും അതുപോലെ തന്നെ എന്താണ് അവിടെ ഫ്ലോറിൽ ഇരിക്കുന്ന ആളും ഒക്കെ ഒരുപോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇടപെട്ട് സംസാരിക്കുക. റേഡിയോയിലും ഇങ്ങനെ ഒരു ചേഞ്ച് വന്നല്ലോ. റേഡിയോ നമ്മൾ പറയുന്ന സ്ക്രിപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നിന്ന് മാറി അവരൊക്കെ ഡെയിലി ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ്. പിന്നെ പുതിയ റേഡിയോയോടുള്ള എൻ്റെ ഒരു അഭിപ്രായ വ്യത്യാസം മാത്രം. ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആഗ്രഹിക്കുന്ന കാലം ഈ കാലം ഒരുപോലെ ആവണമെന്നോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാലം നിങ്ങളുടെ തൊട്ടടുത്ത കാലം ഒരുമിച്ചാവണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അല്ലല്ലോ എൻ്റെ മക്കൾ ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിവേഗം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ ഇവിടെ ഒരു സെലക്ഷൻ ഓഫ് സബ്ജക്റ്റ് ഉണ്ട്, അവിടെയാണ് അപകടം. ഒരു ദിവസം ഇൻ്റർനെറ്റ് ഓഫായി പോയാൽ പിന്നീട് എത്ര ദിവസം ഒരു RJക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. കാരണം ഇവർക്കൊരു ലൈബ്രറി പോലെ കൊണ്ടു നടക്കാനുള്ള ഒരു ലൈഫ് എക്സ്പീരിയൻസ് വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന കാര്യമുണ്ട്, 25,000 കത്തുകളാണ് ഞാനും ആശേച്ചിയും ചേർന്ന് ഞങ്ങളുടെ ഈ ഒരു കാലഘട്ടത്തിൽ വായിച്ചത്. 25,000 ലൈഫ് എന്ന് പറഞ്ഞാൽ 25,000 ജീവിതങ്ങളാണ്. ആ കത്തുകൾ വായിക്കുമ്പോൾ അതിനോടൊപ്പം പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടന്റും സ്ക്രിപ്റ്റഡ് അല്ല, ഒരു കണ്ടന്റും ഗൂഗിൾ സെർച്ചഡും അല്ല. അതാണ് അത് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന്, നമ്മുടെ യാത്രകളിൽ നിന്ന്, നമ്മുടെ അനുഭവത്തിൽ നിന്ന്, നമ്മുടെ സംഭാഷണങ്ങളിൽ നിന്ന്, നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്ന് നമ്മൾ ആർജിച്ച് നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച് പിന്നീട് റേഡിയോയിൽ ഡെലിവർ ചെയ്തതാണ്. മനസ്സിലായില്ലേ? എനിക്കിപ്പോൾ ഞാൻ സത്യം പറയാം, ഇന്ന് വരെ ഒരു പ്രോഗ്രാമിൽ പോലും ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് പോയിട്ടിരുന്ന ചരിത്രമില്ല. അപ്പോൾ അതിൻ്റെ കണ്ടന്റിന്റെ സ്ട്രെങ്ത് ചിലപ്പം കുറവായിരിക്കും, പക്ഷേ അത് നിങ്ങളോട് കൂടുതൽ സാമീപ്യമുള്ളതായിരിക്കും. മനസ്സിലായില്ലേ? അതാണ് വ്യത്യാസം. അപ്പോൾ ഇപ്പോഴത്തെ റേഡിയോയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ RJ ബാലേട്ടൻ, ആശേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയും. ഒരു അഹങ്കാരം തന്നെ കൂട്ടിക്കൊള്ളും, അല്ലെ? അത് കേൾക്കുന്നവർക്ക് അറിയാം. അത് പ്രോഗ്രാമിന്റെ പേരിനേക്കാളും ചിലപ്പോൾ RJസിന് അറിയും. പക്ഷെ ഇപ്പോൾ നമ്മളെല്ലാ പ്രൈവറ്റ് FM റേഡിയോ സ്റ്റേഷൻ ശ്രദ്ധിച്ചാൽ എത്രയോ RJമാരുണ്ട്, പക്ഷെ എത്ര RJസിന്റെ പേര് നമ്മൾ ഓർമ്മിച്ച് വെക്കുന്നുണ്ട്? വളരെ കുറവാണ്. കാരണം ഒരു RJ എന്നുള്ള രീതിയിൽ ഒന്നുകിൽ റേഡിയോ അവരെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നു, അല്ലെങ്കിൽ ആ റേഡിയോക്ക് ഇരുന്നു കൊണ്ട് സ്വയം പ്രമോഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിൽ അവർ പരാജയപ്പെടുകയോ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ RJs എന്നുള്ളത് അറിയപ്പെടാത്തൊരു കാലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അവരെന്നെ പറഞ്ഞോണ്ട് ഞാൻ RJ ശുഭ, അല്ലെങ്കിൽ ഞാൻ RJ ശ്രീപ്രിയ, അല്ലെങ്കിൽ ഞാൻ RJ ലക്ഷ്മി എന്നൊക്കെ RJ കൂട്ടി പറയാണല്ലോ. കാരണം അവർക്ക് തന്നെ ഒരു ബോധ്യമില്ല അവരെന്താ ചെയ്യുന്നതെന്ന്. അപ്പൊ അതുകൊണ്ടാണ് RJ കൂട്ടേണ്ടി വരുന്നത്. ഇപ്പൊ ഞാൻ ഒരിക്കലും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന RJ ബാലേട്ടൻ എന്നുള്ളത് ഈ 30 വർഷത്തിനുള്ളിൽ ഒരു ദിവസം പോലും പറഞ്ഞിട്ടില്ല. കാരണം അത് ജനം നമ്മൾ RJ ആണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടതാണ്. ഞാനത് കുറ്റം പറഞ്ഞതല്ല, പക്ഷെ ഞാൻ പറയുന്നത് ഒരു ചേഞ്ചസ് ഈ മേഖലകളിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം ചോദിച്ച ഭാഷയുടെ കാര്യത്തിലാണ്.
ഭാഷയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇതാണ്. അത് ഈ കുട്ടികളുടെ കുഴപ്പമല്ല, കാരണം അവരെല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിലായി. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി മലയാളം റേഡിയോ സ്റ്റേഷനിൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ സംഭാഷണത്തിൽ ഇംഗ്ലീഷും മലയാളവും ചേരും. അവിടെ നമുക്കൊരു മലയാളത്തിന്റെ കൊലപാതകം സംഭവിക്കുന്നു എന്നൊക്കെ തോന്നിയാൽ അത് അവരെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവരങ്ങനെ തന്നെ ചെയ്യുന്നതാണ്. ഭാഷയ്ക്ക് അങ്ങനെയുള്ള എവല്യൂഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കും. അതിൽ നമുക്ക് ആർക്കും അത് കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ മലയാളം ഒരിക്കലും നഷ്ടപ്പെടില്ല. ഇപ്പം ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഇംഗ്ലീഷാണ് ഏറ്റവും വേഗത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭാഷ. കാരണം നിങ്ങളിപ്പോൾ ഒരു മെസ്സേജ് അയക്കുന്നു, അപ്പൊ നിങ്ങൾ പ്ലീസിന് പകരം PLS, കോൾ എന്ന് പറയുന്നതിന് CL അല്ലെ, പിന്നെ അർജന്റ്ലി എന്നുള്ളതിന് UGLY എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പ്ലീസിന് പകരം PS ഇട്ടാലും നിങ്ങൾക്ക് പ്ലീസ് എന്നറിയാം. പക്ഷെ മലയാളത്തിൽ നിങ്ങൾക്ക് പ്ലീസിന് പകരം പ്ലീ എന്ന് എഴുതാൻ പറ്റുമോ? പറ്റില്ല. അപ്പം മലയാളം അങ്ങനെ പെട്ടെന്ന് കൊല്ലപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കൈകാര്യം ചെയ്യാൻ അത്ര പെട്ടെന്ന് എളുപ്പമല്ല എന്നുള്ളതാണ്. ഏതായാലും മലയാളത്തിൽ ശബ്ദലോകത്ത് ഭയങ്കരമായിട്ടുള്ള സാധ്യതയാണ്. ഈ വോയിസ് ആക്ടിങ് കോഴ്സ് എന്ന് പറയുന്നത് ഒരു ലിംഗ്വിസ്റ്റിക്കൽ ബാരിയർ, ഒരു ഫോണ്ടിയറിന്റെ ഉള്ളിൽ നിർത്തേണ്ടതല്ല. ഇതെല്ലാ ഭാഷകളിലേക്കും നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതിന് സാധിക്കട്ടെ ഈ തലമുറയിൽ തന്നെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബാലേട്ടൻ ആകാശവാണിയെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തെ മെമ്മറീസ് ആണ്. അതായത് രാവിലെ നമ്മൾ റേഡിയോ ഓൺ ആക്കി ഇന്നത്തെ അതിനുശേഷം ചിന്താ വിഷയം, അതിനുശേഷം പ്രാദേശിക വാർത്തയാകുമ്പോൾ ബാഗ് എടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് വിടും. അപ്പോൾ നമ്മുടെ സമയം ഓരോ പ്രോഗ്രാമിനനുസരിച്ച് നമുക്ക് ക്രോഡീകരിച്ച് കൊണ്ടുവന്നൊരു കാലം ഉണ്ടായിരുന്നു. ആകാശവാണി എപ്പോഴും ഒരു നൊസ്റ്റാൾജിയയാണ്. അതുമായി സംബന്ധിച്ച എല്ലാ പ്രോഗ്രാംസും അതുപോലെ തന്നെയാണ്. ഈവൻ റീസെന്റ് എൻ്റെ നാട്ടിൽ പാലക്കാട് പോയ രാവിലെ ആദ്യം ചെയ്യുന്നത് ആകാശവാണി റേഡിയോ ഓൺ ചെയ്യലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സാധാരണ കുടുംബങ്ങളുടെ നിത്യജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ശബ്ദവിസ്മയ ലോകമായിരുന്നു ആകാശവാണി. നിങ്ങൾ എഴുന്നേൽക്കുന്നു, അപ്പൊ തന്നെ ആകാശവാണിയുടെ ഒരു ഓപ്പണിംഗ് മ്യൂസിക് ഉണ്ട് അല്ലെ, ആ മ്യൂസിക് ഇങ്ങനെ കേൾക്കും. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കിലോ ഹെർട്സ്, മെഗാ ഹെർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഡീറ്റെയിൽസും റേഡിയോൻ്റെത് പറഞ്ഞതിന് ശേഷമാണ് പ്രോഗ്രാം ആരംഭിക്കുന്നത് അല്ലെ. അത് കഴിഞ്ഞാൽ ഇത്ര മണിക്ക് വാർത്ത, ഇത്ര മണിക്ക് പ്രഭാതവേരി, ഇത്ര മണിക്ക് ജോയ ലൂക്കാസ്. അപ്പൊ രാവിലത്തെ ഷെഡ്യൂൾ മുഴുവൻ നിങ്ങൾ റേഡിയോനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും ക്ലോക്കിലേക്ക് നോക്കുന്നേ ഇല്ല. ഒരു ഭാഗത്ത് നിങ്ങൾ ഒരുപാട് വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് നിങ്ങളുടെ ജോലികൾ ചെയ്യുന്നു, അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഓഫീസിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊരു നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. പുതിയ റേഡിയോ സംസ്കാരം അങ്ങനെയല്ല താനും. കാരണം അത് വേറൊരു സ്റ്റൈലിൽ. കാരണം പുതിയ റേഡിയോ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കൊമേഴ്ഷ്യലൈസ്ഡ്. അതാണ്. അതായത് എന്റർടൈൻമെന്റിനെക്കാളും കൂടുതൽ അവർ കൊമേഴ്ഷ്യലൈസ് ചെയ്തു. ഇപ്പോൾ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്, ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് 240 seconds ആണ് ഒരു മണിക്കൂറിൽ പരസ്യത്തിന് വേണ്ടി അലോട്ട് ചെയ്യുന്ന മാക്സിമം സെക്കൻഡ്. പണ്ടൊക്കെ ടെലിവിഷൻ ഓഡിയൻസ് മെഷർമെന്റ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ റേഡിയോയിൽ റേഡിയോ ഓഡിയൻസ് മെഷർമെന്റ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇപ്പൊ അതൊന്നും അല്ലല്ലോ. ഇപ്പോൾ നമുക്കറിയാം 24 മണിക്കൂർ പ്രോഗ്രാം പ്ലസ് 6 മണിക്കൂർ അഡ്വർടൈസ്മെന്റ് ഈസ് ഈക്വൽ ടു 30 എന്നാണ്. അപ്പോൾ ഇതൊക്കെ മാറി. ഇപ്പൊ ഇൻവെന്ററി എന്ന് പറയും അവര്. ഇൻവെന്ററി പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞാൽ പരസ്യം കൊടുക്കാൻ സ്ഥലമില്ലാന്ന്, അത്രയധികം പരസ്യം കൊടുക്കപ്പെടുകയാണ്. പിന്നെ പ്രോഗ്രാം ബേസ് ചെയ്തിരിക്കുന്ന തന്നെ കൊമേഴ്ഷ്യൽ കോൺസെപ്റ്റിന്റെ മുകളിലാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഓരോ മണിക്കൂറും പ്രോഗ്രാം ഓരോ ആളുകൾ സ്പോൺസർ ചെയ്യുന്നു. അപ്പൊ ആ സ്പോൺസർക്ക് RJ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ കോൺസെപ്റ്റ് വന്നു. RJ ആ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണ്, ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ ലുലുവിൽ ഇങ്ങനെ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ പ്രോഗ്രാം നമ്മൾ കേൾക്കുന്നത് തന്നെ ഇറ്റ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദാറ്റ് ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിലേക്ക് മാറി. അപ്പൊ കൊമേഴ്ഷ്യൽ റേഡിയോ ആയിട്ട് പുതിയ FM സ്റ്റേഷൻസ് മാറി. പഴയത് അങ്ങനെയല്ല. അത് ഒരു ഇൻഫോർമേറ്റീവ് സെന്റർ ഓഫ് ദ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് പോലുള്ള ഒരു ഫീലിംഗിലായിരുന്നു പഴയ റേഡിയോ സംസ്കാരം. അതെ. ഗോയിങ് ഓഫ് ദ റെക്കോർഡ്സ്, ഇത്രയും ശബ്ദങ്ങൾ കേട്ട ബാലേട്ടന് ഏറ്റവും പ്രിയപ്പെട്ട ശബ്ദം ആരുടെയാണ്? എൻ്റെത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ ശബ്ദവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. ഇപ്പൊ മമ്മൂട്ടി, മോഹൻലാൽ എടുക്കുക. മോഹൻലാലിന്റെ ശബ്ദം വളരെ നേർത്തതാണ്, മമ്മൂട്ടിയുടെ ശബ്ദം ഭയങ്കര മികച്ചതാണ് അല്ലെ. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല മക്കളെ എന്നൊക്കെ പറയുമ്പോ മമ്മൂട്ടിയുടെ ഭയങ്കര നീ പോ മോനെ ദിനേശ എന്ന് മോൻ. പക്ഷെ 2 ഡയലോഗുകളും ഒരുപോലെ സൂപ്പർ ഹിറ്റാണ്. അപ്പൊ ശബ്ദത്തിൻ്റെത് ഓരോ ആൾ, ഇപ്പോൾ നികേഷ് കുമാറിനെ പോലുള്ള ആളുകൾ വളരെ
തിന്നായിട്ടുള്ള ശബ്ദത്തിൽ വാർത്ത വായിച്ച ആളാണ്. പക്ഷെ കേരളത്തിലെ പ്രണയ് റോയ് എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തെ പോലുള്ള ആളുകളെയായിരുന്നു. പിന്നെ അദ്ദേഹം മാറി. അപ്പം ഞാൻ പറയുന്നത് ശബ്ദത്തിൻ്റെ പ്രത്യേകതയില്ല. പക്ഷേ എന്നോട് ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദം ആരതാണെന്ന് ചോദിച്ചാൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് പൃഥ്വിരാജിൻ്റെ ശബ്ദമാണ്. ഓക്കെ. ഒരു പുതിയ ബിസിനസ് മോഡലാണ് വോയിസ് ആൻഡ് സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഞാൻ പറഞ്ഞ ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് മോഡലാണ്. ഇപ്പോൾ പുതിയ കാലത്ത് പല ആളുകളും പുതിയ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം കാണിക്കുന്നവരാണ്. അവരുടെ മുമ്പിലേക്ക് എനിക്ക് പറയാനുള്ളത് ഇതൊരു ഗംഭീര ബിസിനസ് മോഡലാണ്. കാരണം ലോകത്തിൽ എല്ലാ സ്ഥലത്തും ശബ്ദത്തിന് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ വമ്പൻ ബിസിനസ്സുകാർ മുതൽ താഴെത്തട്ടുള്ള ഒരു സാധാരണക്കാരൻ വരെ, ഒരു വലിയ ലീഡർ മുതൽ ഒരു ചെറിയ തലത്തിൽ നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ വരെ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഒരു സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്ന എത്ര ആളുകളുണ്ട്. മറ്റുള്ളവർ സംസാരിക്കുന്ന കാണുമ്പോൾ എനിക്ക് അങ്ങനെ സംസാരിക്കണമെന്ന്. അപ്പോൾ പബ്ലിക് സ്പീക്ക് ഇപ്പോഴൊരു ഭയമായിട്ട് നിൽക്കുകയാണ്. ആ ഏരിയ മുഴുവൻ നമുക്ക് എന്താവുന്നത് ക്ലീൻ വാഷ് ഔട്ട് ചെയ്തിട്ട് ഗംഭീരമായിട്ടുള്ള പെർഫോമേഴ്സായിട്ട് നമുക്ക് ഒരു 2-3 മാസം കൊണ്ട് എല്ലാവരെയും മാറ്റാൻ പറ്റും. ആ പബ്ലിക് സ്പീക്കിംഗ് കേന്ദ്രങ്ങൾ ഉണ്ടാവണം. ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ഇപ്പോൾ നമ്മൾ നടത്തുന്ന ലീഡർഷിപ്പ് പ്രോഗ്രാംസ് എന്നൊക്കെ പറയുന്നത് കുറേ ട്രെയിനേഴ്സ് വരുന്നു, അവരുടെ കുറേ കണ്ടന്റ് ഉണ്ടാവും. ആ കണ്ടന്റ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നു, പറയുന്നു, അത് കേൾക്കുന്നു, തിരിച്ചു പോകുന്നു. പക്ഷെ ബേസിക്കലി ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരാൾക്ക് ഒരു ചേഞ്ച് ഉണ്ടാവുന്നില്ല. അപ്പം ഞാൻ എത്രയോ ട്രെയിനിങ് ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അതിനെ കൊണ്ട് വാട്ട് ദ അൾട്ടിമേറ്റ് റിസൾട്ട് ഐ ഗോട്ട് ഫ്രം ദാറ്റ് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലീഡർഷിപ്പ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് ലീഡേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് 3, 4, 5 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പുകളിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴേക്കും അവരെന്താണോ ആ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിച്ചത് അതവരായിരിക്കണം. പിന്നെ അതിന് ഒരു ഫോളോ അപ്പ് ക്ലാസ് എന്നുള്ള രീതിയിൽ ക്ലാസ്സുകൾ കൊടുക്കുക. അതുപോലെ തന്നെ സൗണ്ട് എഞ്ചിനീയറിങ്. ഇപ്പോൾ കേരളത്തിൽ എത്ര സ്ഥലങ്ങളിലാണ് മനോഹരമായിട്ടുള്ള സ്റ്റുഡിയോസ് ഉള്ളത്. ലോകം മുഴുവൻ എത്ര സ്ഥലങ്ങളിൽ സ്റ്റുഡിയോസ് ഉണ്ട്. ഈ സ്റ്റുഡിയോസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സൗണ്ട് എഞ്ചിനീയേഴ്സിൻ്റെ ഷോർട്ട് ടേം കോഴ്സുകൾ സൗണ്ട് പാർക്ക് അക്കാഡമി ആയിട്ട് ചേർന്നിട്ട് നടത്താൻ വേണ്ടി പറ്റും. വോയിസ് ആക്ടിങ്, ഓരോ സ്ഥലത്തും വോയിസിനോട് താല്പര്യമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ലോകം മുഴുവൻ ഉണ്ടാവും. അവരെ ഈ ശബ്ദത്തിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അവരെല്ലാവരും പ്രൊഫഷണൽ ആവണം എന്നല്ല. ശബ്ദം പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെയും കൂടി ഭാഗമാണല്ലോ. അപ്പം അത് പഠിപ്പിക്കാൻ വേണ്ടുന്ന ഫ്രാഞ്ചൈസി മോഡൽ, പാർട്ട്ണർഷിപ്പ് മോഡൽ, ഇതൊക്കെ നമുക്ക് ഭാവിയിൽ ആരംഭിക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് 5 സ്റ്റാർ ഹോട്ടൽസിൽ അനൗൺസേഴ്സിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. മാളുകളിൽ നിങ്ങൾക്ക് അനൗൺസേഴ്സിനെ കാണാൻ വേണ്ടി പറ്റും. ബസ് സ്റ്റേഷനുകളിൽ നിങ്ങൾ എല്ലാ സ്ഥലത്തും ശബ്ദമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അത് വോയിസ് എന്ന് പറയുന്നത് പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബയോഡാറ്റയിൽ മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ തന്നെ ഇറ്റ് വിൽ ബി എ വാല്യൂ ആഡഡ് ഒരു പോയിന്റ് അല്ലേ എന്നുള്ള രീതിയിൽ പറയാം. അപ്പം അതുകൊണ്ട് ഈ ഒരു മോഡൽ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗണ്ട് പാർക്ക് അക്കാഡമി ആയിട്ട് ബന്ധപ്പെടാം. ഓക്കെ കേട്ടോ. ഓക്കെ. അപ്പോൾ ശബ്ദത്തിനെ പറ്റിയും അത് ജീവിതത്തിലും അതുകൂടാതെ പ്രൊഫഷണലിയും ചെലുത്തുന്ന ഇമ്പോർട്ടൻസിനെ പറ്റിയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്ന ബാലേട്ടനോട് ഒരുപാട് നന്ദി. ഇനി സൗണ്ട് പാർക്കിലൂടെയും അതുപോലെ ബാലേട്ടൻ്റെ ശബ്ദത്തിലൂടെയും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്ത് നല്ല പേഴ്സണാലിറ്റീസ് അതേപോലെ അത് ആഗ്രഹിക്കുന്ന ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്നും ബാലേട്ടന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.